ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലത്തെ 1 കോടിയുടെ ബസ്സും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ 2 കോടിയുടെ ഒരു ബസ്സും ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ടിൽ. അപ്പോൾ അതിൽ ആ 2 കോടിയുടെ ബസ്സിൽ യാത്ര ചെയ്യാൻ എത്ര രൂപ ചിലവായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറുമ്പോൾ തന്നെ അവരോട് ചോദിച്ചു നമ്മൾ ആദ്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും, ഓൺലൈനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ കണ്ടക്ടറിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പിന്നെ ഈ ഒരു ഡബിൾ ഡെക്കറിലെ മിക്ക കണ്ടക്ടേഴ്സും ലേഡീസാണ് കേട്ടോ. അത് ഈ ഒരു ബസ്സിൽ ഉള്ള എല്ലാ കണ്ടക്ടേഴ്സും ഈ ഡബിൾ ഡെക്കറിൻ്റെ 11 ബസ്സുണ്ട്. 7 എണ്ണം അഹമ്മദാബാദിലും 4 എണ്ണം ഗാന്ധിനഗറിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി. അപ്പോൾ ചാർജ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 43 രൂപയാണ്. 42 രൂപയാണ് ചാർജ്. ഉജാല സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗാന്ധിനഗർ വരെ 33 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഏകദേശം. ഇത് ഫുള്ളി ഇലക്ട്രിക്കൽ ബസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചപ്പോൾ എന്നോട് കണ്ടക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡ്രൈവർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നോട്ടോ. അപ്പോൾ പുള്ളി എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. जस्ट ब्लॉक कर रहा है ये बस का, इसलिए बस में आया था. अभी स्टार्ट हुआ ना. कितना आपका आईडी क्या है? मेरा 3D विजुअलाइजर है. इसमें नहीं, यूट्यूब में. यूट्यूबर हो? हाँ, यूट्यूबर है. वहाँ पे आएगी 501. हाँ, यूट्यूबर हो? यूट्यूबर है. हाँ, यस, ये वाला है. इसमें जा. कर दिया, ठीक है. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രൈവറൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഡ്രൈവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അത് കണ്ടപ്പോൾ ആ കണ്ടക്ടർ ചേച്ചി ഉണ്ട്. അപ്പോൾ ആ ചേച്ചി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ നേരെ നമ്മൾ ബസ്സിനകത്ത് കയറി. ഇപ്പോൾ ഫസ്റ്റ് സൈഡ് ഒരു സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടോ, അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഈ സീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സംഭവമുണ്ട്, ഒരെണ്ണല്ല 2 സംഭവമുണ്ട്. മറ്റേ USB പോർട്ടാണ് കേട്ടോ, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാ സീറ്റിൻ്റെയും സെൻറ്റർ പോർഷനിലുണ്ട് കേട്ടോ. അപ്പോൾ പാസഞ്ചേഴ്സിന് ലോങ് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, ലോങ് എന്ന് പറയാനായിട്ട് ഈ ഒരു ബസ്സിൻ്റെ ലോങ് എന്ന് പറയുന്നത് 33 കിലോമീറ്റർ. അപ്പോൾ ഈ ബസ് എവിടം വരെ പോവും, അത്രയും ദൂരം പോകാനായിട്ട് തന്നെയാണ് നമ്മളിന്ന് ഈ ബസ്സിൽ കയറിയത് കേട്ടോ. എന്നിട്ട് ഈ ബസ്സിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വരാനുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട് 2 സ്റ്റെയർ കേസ് പറഞ്ഞല്ലോ. ഒന്ന് ബാക്ക് സൈഡിലും, അവിടെ ബാക്കിലത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് AC-യുടെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിലത്തെ സ്റ്റെയറിൻ്റെ അവിടെ ഫുള്ള് പവറും കാര്യങ്ങളും ഫുൾ ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ ആ ഒരു സംഭവമായിട്ട് വരുന്നത്. പിന്നെ ഡ്രൈവറുടെ ക്യാബിൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാബിനാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഈ ബസ്സിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത്. പുള്ളീനായിട്ട് സംസാരിച്ച് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കേരളത്തിലത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. പുള്ളിയുടെ റൈറ്റ് സൈഡിൽ ആ ഫാൻ്റെ താഴെയായിട്ടാണ് വാക്കി ടോക്കിയും കാര്യങ്ങളുള്ളത്. അതേപോലെ തന്നെ ഈ ബസ്സിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 km/h ആണ് കേട്ടോ. അതിലും കൂടുതൽ ഈ ബസ് ഓടിച്ചു പോകാൻ പറ്റില്ല, അത് സെറ്റ് ചെയ്തേക്കാണ് ആ ഒരു സ്പീഡ്. അപ്പോൾ സംഭവം വലിപ്പം കൂടുതലുള്ളതുകൊണ്ട്, ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആ ഒരു സ്പീഡ് ലിമിറ്റ് ഇതിന് വെച്ചുള്ളത്. പിന്നെ നല്ല സ്മൂത്താണ്, സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗംഭീര ഫീലാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ബസ് ചെന്നൈയിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്, പ്രൊഡക്ഷൻ വന്നേക്കുന്നത്, അത് പുള്ളി പറഞ്ഞാണ്. പിന്നെ ഒറ്റ സിംഗിൾ ചാർജിങ്ങിൽ നമുക്ക് ഈ ഒരു ബസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 173 കിലോമീറ്റർ റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയും കൂടിയാണ് ഇതിനകത്തുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 CCTV ക്യാമറ ഉണ്ട് ഇതിനകത്ത്. അതിവിടെ ഈ ഒരു മോണിറ്ററിനകത്ത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. 4 ക്യാമറയും വിസിബിളാണ്. എന്താണെന്ന് വെച്ചാൽ മുകളിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എമർജൻസി എക്സിറ്റ്, അത് ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, ഫുള്ളി എമർജൻസി എക്സിറ്റ് ആണ്. അപ്പോൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഈ ഒരു ബസ്സിനകത്ത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിക്കുക, നേരെ പുറത്ത് ചാടാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സീറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഞാൻ പറയണ്ടായിരുന്നു. 65 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് വരും കേട്ടോ ഈ ഒരു ബസ്സിനകത്ത്. അപ്പോൾ ഇതിലത്തെ നമുക്ക് ഇരുന്ന് പോകാനുള്ളൊരു കംഫേർട്ടും അതും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റാണ് ബസ്. പുതിയതായതുകൊണ്ടാവാം, അധികം ദിവസമായിട്ടില്ല, ദിവസം വെച്ചാൽ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഈ ഒരു ബസ് ഇവിടെ ഓടി തുടങ്ങിയിട്ട്.
അപ്പോൾ കുറച്ചും കൂടി ഞാൻ ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ മറ്റേ കൊച്ചിയിലൊക്കെ ഉള്ള ജനറാം, ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ജനറാം, അതിൻ്റെ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ AC ഉണ്ട്, അതിപ്പോൾ നോർമലാണ്. പിന്നെ ഇലക്ട്രിക് ആണെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു എല്ലാ ബസ്സുകളും ഡബിൾ ഡെക്കർ എല്ലാ ബസ്സുകളും ഇലക്ട്രിക്കാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ പറഞ്ഞ KSRTC ഉണ്ട് ഇലക്ട്രിക് അല്ല സോറി ഡീസൽ. പക്ഷെ ഞാനതിൽ കയറണമെന്ന് കുറേ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ടൈമിങ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനതിൽ കയറാൻ പറ്റാഞ്ഞത്. പിന്നെ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഡബിൾ ഡെക്കറിലുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മുകളിൽ പോയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ആ ഒരു ഫീല് കറക്റ്റ് കിട്ടിയത്. ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് പേടിക്കും. ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരെ കയറി ഇരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവറുടെ സീറ്റിൻ്റെ നേരെ മുകളിലുള്ള ആ ഒരു സീറ്റിങ്ങിലാണ് ഇരുന്നത്. അവിടേക്ക് AC ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ വ്യൂ അത് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ഞാനിപ്പോൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാറിന് ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, കാറ് നമ്മുടെ വണ്ടിയുടെ അടിയിലേക്ക് പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഓട്ടോറിക്ഷ ബൈക്കൊക്കെ ആകുമ്പോഴേ നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു വ്യൂ താഴത്തെ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമിൽ എനിക്ക് നല്ല എന്താ പറയുക, എനിക്ക് പേടിയായി. എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ആ ഒരു സേഫ് സോൺ എന്ന് പറയില്ലേ, അതും കഴിഞ്ഞിട്ട് ഈ വണ്ടികൾ നമ്മുടെ ബസ്സിൻ്റെ തൊട്ടടുത്തേക്കാണ് വരുന്ന പോലത്തെ ഫീലാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുക. അത് ഈ ബസ്സിൽ യാത്ര ചെയ്തവർക്ക് അതൊക്കെ ഒരു ശീലമായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയത്. നമ്മളുടെ ബസ് വേറെ വണ്ടിയുമ്പോൾ തട്ടോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ്. ഇതുപോലത്തെ അഹമ്മദാബാദ് അതുപോലത്തെ ഒരു സിറ്റിയിലത്തെ ആ വാഹനത്തിൻ്റെ തിരക്കുകളും അതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രൈവറെ അടുത്ത് കൂടുതൽ നേരം നമ്മൾ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ഫുള്ള് ഓട്ടോമാറ്റിക്കാണ് വണ്ടി, അതുപോലെ തന്നെ ഫുള്ള് ഇലക്ട്രിക്കലാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ബസ്സിനകത്തുള്ള യാത്ര എന്ന് പറയാനായിട്ട്. അങ്ങനെ നമ്മൾ കണ്ടക്ടറേയും ഡ്രൈവറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പരിചയപ്പെട്ടു. പിന്നെ അവർ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയണം ഞങ്ങൾ കണ്ടുകൊണ്ട്, മലയാളമാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ കണ്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഞാൻ ബൈക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബസ്സിൽ കയറേണ്ട കാരണം ബൈക്ക് എടുക്കാൻ ഞാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്